ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു സങ്കീർത്തനം പോലെയുടെ 9ാമത്തെ അധ്യായമാണ് വായിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ അതിലേക്ക് കിടക്കാം. പുലർച്ചയ്ക്കുണർന്നിട്ടും അന്ന അങ്ങനെ തന്നെ കിടന്നു. അനിയത്തി വന്ന് വിളിച്ചപ്പോൾ കേൾക്കാതെ തലയണയിൽ മുഖം ചേർത്ത് കമിഴ്ന്നു കിടക്കുകയാണ് ചെയ്തത്. അന്നയുടെ മനസ്സപ്പോഴും നേവാ നദിയുടെ കരയിലായിരുന്നു, നേവാ നദിക്കരയിലെ സന്ധ്യയിലായിരുന്നു. ഇന്നലെ തൻ്റെ ജീവിതത്തിലെ തകർച്ചകളെയും ദുരന്തങ്ങളെയും സ്നേഹഭംഗങ്ങളെയും കുറിച്ച് പറയുമ്പോൾ ദസ്തേവ്സ്കി പരാജയപ്പെട്ടൊരു വിശുദ്ധനെ പോലെയായിരുന്നില്ലേ? അങ്ങനെയായിരുന്നെന്ന് തന്നെയാണ് അവളുടെ മനസ്സ് പറയുന്നത്. അദ്ദേഹത്തെ പോലെ ഭാഗ്യദോഷിയായ ഒരാൾ ഭൂമിയിൽ വേറെ ഉണ്ടാകുമോ? ദുഃഖം കൊണ്ട് ഒരു കാട് പോലെ എരിയുന്ന മനസ്സല്ലേ അദ്ദേഹത്തിൻ്റെത്. എന്നിട്ട് അതിൻ്റെയൊന്നും പുറമേ കാണിക്കുന്നില്ല. വിധിയുടെ നഖങ്ങളിൽ കോർത്തു കിടന്ന് പിടയുമ്പോഴും അതിൻ്റെ വേദനയെ ഒരു അനുഗ്രഹമായി കാണുന്ന ഇര. യാതൊരു ഒളിവും മറവുമില്ലാതെ സ്വന്തം ഹൃദയം തുറന്നു കാണിക്കുകയല്ലേ അദ്ദേഹം ചെയ്തത്. അത്ഭുതകരമാം വിധം വിശുദ്ധമായ ഒരാത്മാവിൻ്റെ മൗനങ്ങളാണ് ഇന്നലെ കേട്ടതെന്ന് അന്ന വിശ്വസിച്ചു. ദൈവത്തിൻ്റെ പാളിപ്പോയ കലയെന്ന് തന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. യാഥാർത്ഥ്യം അതല്ല. ദൈവത്തിന് തൻ്റെ സൃഷ്ടികളിൽ വെച്ച് എന്നെന്നും അഭിമാനിക്കാവുന്ന ഒരു കലയാണത്. മഹത്തായതെന്നും കൂടി അവളുടെ ഹൃദയം കൂട്ടിച്ചേർത്തു. ഒടുവിൽ തൻ്റെ കൈവെള്ളയിൽ അദ്ദേഹം ചുംബിച്ച ആ നിമിഷം, എൻ്റെ ദൈവമേ എന്ന് അന്ന ഹൃദയത്തിൽ വിളിച്ചു. ഒരുപക്ഷെ ആ നിമിഷമായിരിക്കും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം, ഏറ്റവും സുന്ദരമായ നിമിഷം, ഏറ്റവും അമൂല്യമായ നിമിഷം, ഏറ്റവും ദിവ്യമായ നിമിഷം. തനിക്കിപ്പോൾ വിങ്ങിപ്പൊട്ടാൻ തോന്നിയത് എന്തുകൊണ്ടെന്ന് അന്ന വീണ്ടും ആലോചിച്ചു. എന്തുകൊണ്ടാണ് അപ്പോൾ തൻ്റെ കണ്ണുകൾ നിറഞ്ഞത്? ആ നിമിഷത്തിൻ്റെ ബാക്കി അന്ന ഓർക്കുന്നു. മുഖം കുനിച്ചു നിന്ന് വ്യസനം കടിച്ചൊതുക്കുകയായിരുന്നു. ഇപ്പോൾ ആ നിമിഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾ നടുങ്ങുന്നു. അപ്പോൾ ആ ഹൃദയത്തിലടിക്കുന്ന മഹാവാദത്തിൻ്റെ മുഴക്കം തനിക്ക് കേൾക്കാമായിരുന്നില്ലേ? മറ്റു ഹൃദയങ്ങളെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്ന നിഗൂഢവും അത്ഭുതകരവുമായൊരു മന്ത്രശക്തിയുണ്ട് ആ ഹൃദയത്തിന്. ഇപ്പോൾ ഓർക്കുമ്പോൾ പാനേവിൻ്റെ ഭാര്യയെയും മേരിയ ദിമിത്രോവ്നയെയും അലക്സാണ്ടർ ഷുബർട്ടിനെയും മാർത്ത ബ്രൗണിനെയും അന്ന കോർവിൻ ക്രുക്കോസ്കാവയെയും കുറ്റപ്പെടുത്താൻ തോന്നുന്നില്ല. അവർ ജീവിതത്തിൽ അനശ്വരതയെ സ്പർശിച്ചത് ആ ഹൃദയത്തിൻ്റെ ചുവട്ടിൽ നിന്നപ്പോഴായിരിക്കും. അസന്മാർഗിയെന്ന് ആക്ഷേപിക്കുന്നവർ ദുഃഖങ്ങളിൽ വെന്ത ആ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയും വിശുദ്ധിയും വായിച്ചിട്ടില്ല. അന്നയ്ക്ക് അങ്ങനെ തോന്നി. എങ്കിലും ഇന്നലെ ആ സന്ധ്യയിൽ നേവാ നദിയുടെ കരയിൽ വെച്ച് ദസ്തേവ്സ്കി തൻ്റെ കൈവെള്ളയിൽ ചുംബിച്ച ആ നിമിഷത്തെ അവൾ പേടിക്കുന്നു. ഇപ്പോഴും ആ നിമിഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവളുടെ ഹൃദയം വിങ്ങുന്നു. അവൾക്ക് കരച്ചിൽ വരുന്നു. അവൾ എഴുന്നേറ്റ് ജനാലയ്ക്കൽ ചെന്ന് ഉദയത്തിന് നേരെ നോക്കി നിന്നു. മോഹിപ്പിച്ചും നിരാശപ്പെടുത്തിയും അലക്സി ഇവാനോവിച്ചിനെ ഇട്ടുനീറ്റുന്ന ആ പോളിന അലക്സാണ്ട്രോവ്ന ആരാണ്? എന്തുകൊണ്ടാണ് ദസ്തേവ്സ്കി ആ രഹസ്യം മാത്രം പൊതിഞ്ഞു സൂക്ഷിക്കുന്നത്? വാതിൽക്കൽ ആരോ വന്നുവെന്ന് തോന്നി. അന്ന തിരിഞ്ഞു നോക്കി. പഴയ ഒരു ഉടുപ്പ് മടക്കിക്കൊണ്ട് അമ്മയാണ്. നീ ഇന്ന് പോകുന്നില്ല അന്നേ? അവൾ ഉദാസീനമായി പറഞ്ഞു. ഇല്ല. അതെന്താ? ഒന്നുമില്ല, ഞാൻ പോകുന്നില്ല. ഇതെന്ത് സ്വഭാവമാണ് പെണ്ണെ നിൻ്റേതെന്ന മട്ടിൽ അമ്മ അവളെ നോക്കി. പിന്നെയും പിണങ്ങിയോ? അവൾ ആ നിൽപ്പിൽ നിന്ന് പറഞ്ഞു. ഏയ്. പിന്നെന്താ, എഴുതി കഴിഞ്ഞോ? ഇല്ല. പിന്നെ നീ പോകാതെ? ഒരു കാരണവുമില്ല. അമ്മയ്ക്കത് വിശ്വാസമായോ എന്തോ? ഇല്ലെന്ന് തോന്നുന്നു. ഒരു നിമിഷം കൂടി അന്നയെ നിശബ്ദമായി നോക്കി നിന്നതിനു ശേഷം അമ്മ തിരിഞ്ഞു നടന്നു. അപ്പോൾ പെട്ടെന്നോർത്തിട്ട് അന്ന തെല്ലുറക്കി അമ്മയെ വിളിച്ചു. ചുണ്ടിയോടെ അമ്മ ഇടനാഴിയിൽ തിരിഞ്ഞു നിന്നു. എന്താ? ജനലിന് പുറംതിരിഞ്ഞു നിന്ന് അന്ന പറഞ്ഞു. ആരെങ്കിലും എന്നെ അന്വേഷിച്ചു വന്നാൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയണം. കാരണമൊന്നുമില്ല. എനിക്കിന്ന് ആരെയും കാണാൻ ഇഷ്ടമില്ല. നിന്നെ ഇന്ന് ഏതു പിശാചാണ് പിടികൂടിയിരിക്കുന്നതെന്ന് ചോദിക്കാൻ ഓർത്തെങ്കിലും അമ്മ മിണ്ടാതെ നിന്നതേയുള്ളൂ. അമ്മ തിരിഞ്ഞു നടന്നപ്പോൾ അന്ന വീണ്ടും വിളിച്ചു പറഞ്ഞു. കേട്ടോ, ആരന്വേഷിച്ചു വന്നാലും പറയണം ഞാനിവിടെ ഇല്ലെന്ന്. അവൾ പിന്നെയും പ്രഭാതത്തിൻ്റെ തുടുപ്പ് പടർന്ന കിഴക്കേ ആകാശം നോക്കി നിന്നു. എന്നാൽ അവൾ കാണുന്നത് ഉദയത്തിൻ്റെ തുടുപ്പോ കിഴക്കേ ആകാശമോ മരത്തലപ്പുകളോ ഒന്നുമായിരുന്നില്ല. അവളുടെ മനസ്സിലപ്പോൾ തലേ ദിവസത്തെ നേവാ നദിക്കരയിലെ സന്ധ്യയായിരുന്നു. ദസ്തേവ്സ്കിയുടെ ഭാവത്തിലും പെരുമാറ്റത്തിലും രഹസ്യാത്മകമായൊരു വശ്യശക്തിയുണ്ട്. അതല്ലേ യഥാർത്ഥത്തിൽ പാനേവിൻ്റെ ഭാര്യയെയും മേരിയ ദിമിത്രോവ്നയെയും മറ്റും ആകർഷിച്ചത്. ഏകാന്തതകളിൽ വെച്ച് കാണുമ്പോൾ ആ വശ്യശക്തി 10 മടങ്ങായി വർദ്ധിക്കുന്നു. ആകാശത്തിൻ്റെ അഗാധ നീലിമയിലേക്ക് നോക്കി നിന്ന് അന്ന നെടുവീർപ്പിട്ടു. ദൈവമേ, എനിക്കെന്താണ് സംഭവിക്കുന്നത്? എൻ്റെ ഹൃദയത്തിന് എന്താണ് സംഭവിക്കുന്നത്? പുറത്തെങ്ങും പോകാതെ അന്ന് മുഴുവൻ അവൾ വീട്ടിനുള്ളിൽ അടച്ചിരുന്നു. തന്നെ കാണാതെ വരുമ്പോൾ ദസ്തേവ്സ്കി വിഷമിക്കുമെന്ന് തന്നെ അവൾ ഊഹിച്ചു. നവംബർ 1 മുമ്പ് നോവൽ പൂർത്തിയാക്കി കൊടുത്തില്ലെങ്കിൽ സ്റ്റെല്ലോവ്സ്കിയുടെ മുതലായിത്തീരും ദസ്തേവ്സ്കിയുടെ നോവലുകൾ മുഴുവൻ. എന്തെങ്കിലും വിട്ടുവീഴ്ച കാണിക്കുന്ന ആളല്ല സ്റ്റെല്ലോവ്സ്കി. എഴുത്തുകാരുടെ രക്തം കുടിക്കുന്ന അട്ടയാണ് അയാളെന്ന് എല്ലാവർക്കും അറിയാം. നോക്കിയിരുന്ന് മടുക്കുമ്പോൾ എന്തു ചെയ്യും? അങ്ങനെ എളുപ്പം തോറ്റുകൊടുക്കുന്ന ആളൊന്നുമല്ലത്. സ്വയം കുത്തിയിരുന്ന് എഴുതും. എന്തു കഷ്ടപ്പാടും സഹിക്കാൻ നേരത്തെ ശീലിച്ചിട്ടുണ്ടല്ലോ. ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കണമെന്നുള്ള വാശിയോടെ നിരന്തരമായി എഴുതുമ്പോൾ
ഒരു സ്വയം പീഡനത്തിൻ്റെ ആനന്ദവും അനുഭവിക്കുമായിരിക്കും. അലമാര തുറന്ന് അതിൽ ഭദ്രമായി അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾക്കിടയിൽ അന്ന ദസ്തയേവ്സ്കിയുടെ ഏതെങ്കിലും ഒരു പുസ്തകം തിരഞ്ഞു. കയ്യിൽ കിട്ടിയത് നിന്ദിതരും പീഡിതരുമാണ്. കിടക്കയിൽ തലയണകൾ ഒന്നിനുമീതെ ഒന്നായി വെച്ച് അതിൽ ചാരിയിരുന്നവൾ നോവൽ വായിക്കാൻ തുടങ്ങി. നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. നടാഷയെയും വനിയയെയും അലോഷയെയും ഒക്കെ ഓർമ്മയുണ്ട്. എങ്കിലും നവമായ ഒരു അനുഭൂതിയോടെ വീണ്ടും വായിക്കാൻ കഴിയുന്നു. ചില ഭാഗങ്ങളിൽ ആരോ അടിയിൽ വരച്ചിട്ടിട്ടുണ്ട്. കൂടുതൽ പ്രാധാന്യം തോന്നിയിടങ്ങളിൽ പിതാവായിരിക്കുമോ അടിവരയിട്ടത്? അടിവരകളാൽ പ്രാധാന്യം സൂചിക്കപ്പെട്ട ഒരു സന്ദർഭം അവൾ വായിച്ചു. നടാഷ, അതൊരു സ്വപ്നമായിരുന്നു അല്ലേ? വനിയ, എന്താണ് സ്വപ്നമായിരുന്നത്? നടാഷ, സർവ്വതും. ഈ കഴിഞ്ഞ വർഷം ഉണ്ടായതെല്ലാം. ഞാൻ എന്തിനു നിങ്ങളുടെ സന്തോഷത്തെ നശിപ്പിച്ചു? നോവൽ വായിച്ചു പോകുമ്പോൾ തോന്നും ലോകത്തിൻ്റെ സകല ദുരന്തങ്ങളെക്കുറിച്ചും അതിൻ്റെ സൃഷ്ടാവ് ബോധവാനാണെന്ന്. പിന്നെ ഒരിടത്ത് പിതാവ് തടിച്ച വരകളിട്ടിരിക്കുന്നു. അവിടെ ഇടതുവശത്തുള്ള വെള്ളയിൽ പിതാവിൻ്റെ കയ്യൊപ്പ് മന കണ്ടു. പിതാവിനത് അത്രമേൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. ജീവിതത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും രഹസ്യം വായിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് പിതാവിൻ്റെ പതിവായിരുന്നു. നടാഷ ഒരു സന്ദർഭത്തിൽ വനിയയോട് പറയുന്നതാണ്, ഞാൻ ആരെയും ശപിക്കില്ല. എനിക്ക് പശ്ചാത്താപവുമില്ല. ഭാവിയിലെ സന്തോഷത്തിനുള്ള അവകാശം നാം നേടേണ്ടത് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയാണ്. കൂടുതൽ തീവ്രമായ വേദനകളിലൂടെ മാത്രമേ അത് കരസ്ഥമാക്കാനാവൂ. എന്തിനേയും വിശുദ്ധമാക്കി തീർക്കുന്നതാണ് പീഡാനുഭവം. പീഡാനുഭവങ്ങളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിട്ട് ദസ്തയേവ്സ്കിയെ പോലെ ലോകത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്ന അത്ഭുതപ്പെട്ടു. വെറുതെയാണോ വർത്തമാനത്തിനിടയിൽ ഒരിക്കൽ പറഞ്ഞത്, എനിക്ക് ക്രിസ്തുവിനോട് മാത്രമേ അസൂയയുള്ളെന്ന്? അതായത് ആ കുരിശുമരണത്തിൻ്റെ കാര്യത്തിൽ. ഓർത്തു നോക്കുമ്പോൾ അറിഞ്ഞയിടം കൊണ്ട് ദസ്തയേവ്സ്കിയുടെ ജീവിതം ഒരു ഫാൻറ്റസിക്ക് തുല്യമാണെന്ന് അന്നയ്ക്ക് തോന്നി. ഒരു ഭ്രമകൽപ്പന. യാഥാർത്ഥ്യങ്ങളുടെ അംശങ്ങൾ അതിൽ അങ്ങിങ്ങ് കിടപ്പുണ്ടെന്ന് മാത്രം. അതൊരു മനുഷ്യൻ അനുഭവിച്ച ജീവിതമാണെന്ന് പറഞ്ഞാൽ ആർക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. വേറെ ആരും ഇങ്ങനെ ഒരു ജീവിതം ജീവിച്ചിട്ടില്ല. അത്ര വ്യത്യസ്തമായ ജീവിതം, അത്ര അവിശ്വസനീയമായ ജീവിതം. ലോകത്തിൽ മറ്റാരുടെ ജീവിതവുമായി ആ ജീവിതത്തിന് സാമ്യമില്ല. തീർത്തും അസദൃശ്യം. അനുകരിക്കാനുമാവില്ല ആർക്കും. അങ്ങനെ നോക്കുമ്പോൾ അത് എല്ലാ അർത്ഥത്തിലും മൗലികമായൊരു ജീവിതമായി തീരുന്നു. ഒരു ദിവസം ഒന്നിച്ചു നടക്കുമ്പോൾ അന്ന വർത്തമാനത്തിനിടയിൽ അവൾക്ക് തോന്നിയ അഭിപ്രായം തുറന്നു പറഞ്ഞു. ആളപ്പോൾ വലിയ ഗൗരവത്തിലായിരുന്നു. ദസ്തയേവ്സ്കി അതിന് മറുപടി പറഞ്ഞത് അന്ന ഓർത്തു. അനുകരണം അസാധ്യമായ ഒരു ജന്തുവാണ് ഞാൻ. സന്ധ്യ കഴിഞ്ഞ് ആരോ വാതിലിൽ മുട്ടുന്നത് കേട്ടു. അമ്മയാണ് ചെന്ന് വാതിൽ തുറന്നത്. അന്ന എവിടെ? ശബ്ദം കേട്ടപ്പോഴേ ആളെ മനസ്സിലായി അന്നയ്ക്ക്. ദസ്തയേവ്സ്കിയാണ്. അവൾ വാതിലിന് പിന്നിൽ ഒളിച്ചു നിന്നു. അന്നയുടെ അമ്മ ആദ്യമൊന്ന് പതറി. പിന്നെ ഒരു പാപം ചെയ്യുന്ന മനോവ്യസനത്തോടെ പറഞ്ഞു, അവളിവിടെ ഇല്ല. എവിടെ പോയി? ഒരു ബന്ധുവീട്ടിൽ. അങ്ങനെയൊരു യാത്രയെക്കുറിച്ച് ഇന്നലെ പിരിയുമ്പോൾ പറഞ്ഞില്ലല്ലോ. ഇത് പെട്ടെന്നാണ്. എന്ന് വരും അത് പറഞ്ഞോ? നാളെ എങ്ങാനും? അതോ ഇന്ന് രാത്രിയിൽ തന്നെയോ? അറിയില്ല, ഒന്നും പറഞ്ഞില്ല. 1-2 നിമിഷം എന്തോ ഓർത്തു നിന്നതിന് ശേഷം ദസ്തയേവ്സ്കി പറഞ്ഞു, എൻ്റെ പേര് ഫയദൂർ ദസ്തയേവ്സ്കി. അന്ന വരുമ്പോൾ പറയണം ഞാൻ അന്വേഷിച്ചു വന്നിരുന്നു എന്ന്. ദസ്തയേവ്സ്കി പടിയിറങ്ങി പോകുന്നതിൻ്റെ ഒച്ച കേട്ടു. അന്ന ധൃതിയിൽ വാതിൽക്കിലേക്ക് ചെന്നപ്പോൾ അമ്മ അവിടെ ദസ്തയേവ്സ്കി നടന്നകലുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. ഒരു തരം കുറ്റബോധത്തോടെ. അന്നയെ കണ്ടതും അമ്മ ദേഷ്യത്തോടെ അവളുടെ നേർക്ക് തിരിഞ്ഞു. ദേ, എനിക്ക് വയ്യ ഒരു വലിയ മനുഷ്യനോട് നുണ പറയാൻ. ഇനി എന്നോടിങ്ങനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. അതാരാണെന്നാ നിന്റെ വിചാരം? അവൾ മൂകമായി അമ്മയുടെ നേരെ നോക്കി. അതാരാണെന്ന് തനിക്കറിയില്ലെന്നാണോ അമ്മയുടെ വിചാരം? അമ്മ വീണ്ടും അവളുടെ നേരെ തട്ടിക്കയറി. നീ എന്തിനാ അദ്ദേഹത്തിൽ നിന്ന് ഒളിക്കുന്നത്? പറ, എന്തു കുരുത്തക്കേടാ നീ കാണിച്ചത്? അതിനു മറുപടി പറയാൻ കൂട്ടാക്കാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം കേട്ടെന്ന് ഭാവിക്കാതെ അവൾ ദൂരെ തെരുവ് വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ നടന്നകലുന്ന ദസ്തയേവ്സ്കിയെ ഇമയണിക്കാതെ നോക്കി നിന്നു. നിമിഷങ്ങൾക്കകം അദ്ദേഹം തെരുവിൻ്റെ അങ്ങേയറ്റത്തെ വളവിൽ ഇരുട്ടിൽ മറഞ്ഞു. അന്ന പിന്നെയും ആ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. എന്തെന്നില്ലാത്തൊരു കുറ്റബോധം കൊണ്ട് അവൾ നീറി. അന്നു രാത്രി പ്രാർത്ഥനയിൽ അവൾ ദസ്തയേവ്സ്കിയെ ഓർത്തു. ദൈവമേ, ആ മനുഷ്യൻ, ആ വലിയ മനുഷ്യൻ പീഡാനുഭവങ്ങൾ കൊണ്ട് ആത്മാവിനെ പരീക്ഷിച്ചതു മതി. ഇനിയും ആ മനുഷ്യനെ ഇട്ടു കഷ്ടപ്പെടുത്തി ലോകത്തിനെ എന്തു പഠിപ്പിക്കാനാണ്? ദൈവം സ്വന്തം പുത്രനെ കുരിശിന് കൊടുക്കുന്നത് കണ്ടിട്ടും പഠിക്കാത്ത ലോകത്തെയാണോ ഇനിയും ഇതുപോലെ ദുർബലമായൊരു ജീവനെ ഇട്ട് പീഡാനുഭവങ്ങൾ സഹിപ്പിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇനി ദസ്തയേവ്സ്കിയുടെ അടുത്തേക്ക് പോവില്ലെന്ന് ഇന്നലെ രാത്രി എടുത്ത തീരുമാനം അന്നു രാത്രിയിൽ അവൾ തിരുത്തിയെന്ന് പറഞ്ഞാൽ തിരുത്തേണ്ടി വന്നു. ഹൃദയം സമ്മതിക്കുന്നില്ല. പിറ്റേന്ന് അവൾ ചെല്ലുമ്പോൾ ദസ്തയേവ്സ്കി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന വാതിൽക്കൽ ചെന്ന് നിന്നതൊന്നും അറിഞ്ഞിട്ടില്ല. ഏതോ വിസ്മൃതിയിലെന്ന പോലെയാണ്. ധാരാളം കടലാസുകൾ ചുരുട്ടിക്കൂട്ടി താഴെ എറിഞ്ഞിരിക്കുന്നു. ഏഷ്ട്രയിൽ നിറയെ സിഗരറ്റിൻ്റെ കുറ്റികൾ. കട്ടൻ ചായ കുടിച്ചതിൻ്റെ ഗ്ലാസ് മേശപ്പുറത്തിരിക്കുന്നു.
ഇന്നലെ രാത്രി ഉറങ്ങിയ ലക്ഷണമില്ല. നേരം വെളുത്തെന്നും ഇപ്പോൾ പകലാണെന്നും ഓർമ്മയുണ്ടാവില്ല. വിളക്കപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു. അന്നയ്ക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. ഇന്നലെ രാത്രി മനസ്സ് കുറെ വിഷമിച്ചിട്ടുണ്ടാവും. അവസാനം തന്നെ ശരണം പ്രാപിക്കാനും തീരുമാനിച്ചു കാണും. അവൾ വാതിൽക്കൽ നിന്ന് ചുമച്ചൊച്ചയുണ്ടാക്കി. അദ്ദേഹം കേൾക്കുന്നില്ല. എഴുത്തിൽ മുഴുകിയിരിക്കുകയാണ്. വേസ്ബാഡനിലെ ചൂതാട്ട കേന്ദ്രങ്ങളിൽ ജീവിച്ചതിൻ്റെ ഓർമ്മകളിൽ നിന്ന് ചൂതാട്ടക്കാരനെ സൃഷ്ടിക്കുകയാണ്. കരുതിക്കുട്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ധൈര്യത്തോടെ അന്ന അകത്തേക്ക് ചെന്നു. അടുത്തു ചെന്ന് നിന്നിട്ടും അവിടെ ഒരു നിഴലണങ്ങിയതായി പോലും സംശയിക്കുന്നില്ല. ഇനി എന്താണ് ചെയ്യേണ്ടത്? അവളുടെ മനസ്സ് തർക്കിച്ചു. വിളിച്ചാലോ? അല്ലെങ്കിൽ വീണ്ടും തൊണ്ടയനക്കി ഒരു ശബ്ദം പുറപ്പെടുവിച്ചാലോ? അല്ലെങ്കിൽ മേശമേൽ തട്ടി ഒച്ചയുണ്ടാക്കിയാലോ? അവൾ എന്നാൽ ചെയ്തത് അതൊന്നുമല്ല. കോപിക്കുകയോ ശകാരിക്കുകയോ ചവിട്ടി പുറത്താക്കുകയോ എന്ത് വേണേൽ ചെയ്തോട്ടെ, യാതൊരു സങ്കടവുമില്ല. അവൾ അവളുടെ കൈപ്പത്തി ദസ്തയേവ്സ്കി എഴുതിക്കൊണ്ടിരുന്ന കടലാസിൽ വിടർത്തി കമഴ്ത്തി വെച്ചു. ആദ്യം അതെന്താണെന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പിന്നെ മുഖമുയർത്തി നോക്കി. വിളറിയ മുഖം, ഉറക്കച്ചടവാർന്ന കണ്ണുകൾ. എഴുതിക്കൊണ്ടിരുന്ന കടലാസിൽ പേന വെച്ചതിനു ശേഷം ദസ്തയേവ്സ്കി കസാരയിൽ നിവർന്നിരുന്നു. ഒന്നും മിണ്ടുന്നില്ല. വെറുതെ നോക്കുക മാത്രം. സമുദ്രത്തിൻ്റെ ആഴമുള്ള മനസ്സിനെ ഓർമ്മിപ്പിക്കുന്ന ആ കണ്ണുകളിൽ ഇപ്പോഴെന്താണുള്ളത്? ദേഷ്യമോ, നിസ്സംഗതയോ, ശൂന്യതയോ, അതോ വിഷാദമോ? അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, എന്നോട് ക്ഷമിക്കേ. എന്നിട്ടും മൗനം. എന്താണ് ആ ഹൃദയത്തിൽ കിടന്ന് ഇളകി മറിയുന്നത്? നവംബർ 1 മുമ്പ് നോവൽ തീർത്തു കൊടുക്കാൻ കഴിയാതെ തൻ്റെ കൃതികളും താനും എന്നേക്കുമായി സ്റ്റെല്ലോസ്കിക്ക് അധീനമായി തീരുമെന്നോർത്തുള്ള വിഷമമോ? അതോ ആരും തന്നെ സഹായിക്കാനില്ലെന്നുള്ള നിരാശയോ? അതോ ആർക്കും അത്ര എളുപ്പം തന്നെ തോൽപ്പിക്കാനാവില്ലെന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ നിശബ്ദമായ ഗർജനമോ? അവൾ പറഞ്ഞു, വിഷമിക്കാതെ, ഞാൻ എഴുതിക്കോളാം. പറഞ്ഞു തന്നാൽ മതി. വേണമെങ്കിൽ രാത്രിയിൽ നമുക്കിരിക്കാം. പറഞ്ഞ തീയതിക്ക് മുമ്പ് നമുക്ക് നോവൽ തീർക്കാം. പിന്നെയും നീണ്ടൊരു നിശബ്ദതയ്ക്ക് ശേഷം ദസ്തയേവ്സ്കി പറഞ്ഞു, എൻ്റെ ഉത്കണ്ഠ ഇപ്പോൾ നവംബർ 1 മുമ്പ് ഈ നോവൽ പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയുമോ എന്നല്ല. ആ കരാറും നിബന്ധനയും ഒന്നും ഇപ്പോൾ എന്നെ അലട്ടുന്നില്ല. എൻ്റെ കൃതി മറ്റൊരാളുടെ സ്വത്തായി തീരുന്നതോർത്തല്ല ഞാനിപ്പോൾ നീറുന്നത്. എന്നാണിതെനിക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നത്? എൻ്റെ ചിന്തയുടെ ആകാശമായി അതിനു നിൽക്കുമോ? ഇപ്പോൾ അതാണ് പ്രശ്നം. ഒന്ന് എഴുന്നേറ്റ് കുറച്ചു നേരം പുറത്തിറങ്ങി നിൽക്ക്, അന്ന പറഞ്ഞു. ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കട്ടെ. ദസ്തയേവ്സ്കി എഴുന്നേറ്റ് പുറത്തിറങ്ങി. വരാന്തയിൽ നിന്ന് മൂരി നിവർന്നു. അന്ന കടലാസുകളും പുസ്തകങ്ങളും അടുക്കി വെച്ചു. മേശപ്പുറം തുടച്ചു. ഏഷ്ട്രേ പുറത്ത് ചവറിടുന്നിടത്ത് കൊണ്ട് തട്ടിക്കുടഞ്ഞു. അവൾ മുറി തൂക്കാൻ തുടങ്ങുമ്പോൾ ദസ്തയേവ്സ്കി പറഞ്ഞു, ഞാനൊന്ന് പുറത്തിറങ്ങി വരാം. ഭൂമിയും ആകാശവും ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗുമൊക്കെ ഇന്നലത്തെ പോലെ തന്നെ ഉണ്ടോ എന്ന് നോക്കട്ടെ. അവൾക്ക് ചിരി വന്നു. സ്വല്പം മനസമാധാനവും തോന്നി. ഒരു തമാശയ്ക്ക് പറയാൻ തോന്നുമാറ് മനസ്സിൻ്റെ മുറുക്ക് മയഞ്ഞല്ലോ. നോക്കുമ്പോൾ എല്ലായിടത്തും ചെളിയും പൊടിയും തന്നെ. മുകൾ തട്ടിൽ ചിലന്തി വലകൾ തൂങ്ങിക്കിടക്കുന്നു. അവൾ അതെല്ലാം അടിച്ചു തൂത്ത് വൃത്തിയാക്കി. പുസ്തകങ്ങൾ അടുക്കി വെച്ചു. മേരിയയുടെ ചിത്രത്തിലെ പൊടി തുടച്ചു. അപ്പോൾ അതൊന്നുകൂടി തെളിഞ്ഞു കണ്ടു. ഒരു നിമിഷം അവൾ മേരിയയുടെ ചിത്രത്തിൽ നോക്കി നിന്നു. കുറെ കാലം ഫൈദോറിൻ്റെ മനസ്സ് സ്നേഹവും വേദനയും കൊണ്ട് നിറച്ച സുന്ദരിയല്ലേ? പഴയ കിടക്കുവിരിയും ജനാലശീലകളും നന്നേ മുഷിഞ്ഞിരുന്നു. മാറ്റിയിടാൻ വേറെ ഉണ്ടാകുമോ? സംശയമാണ്. അവളതെല്ലാം തട്ടിക്കുടഞ്ഞ് ഭംഗി കിട്ടു. അപ്പോഴാണ് അപ്പുറത്ത് വലിയ മേശയുടെ പുറത്ത് 2 പൂപ്പാത്രങ്ങൾ ഇരിക്കുന്നത് കണ്ടത്. ചൈനയിലുണ്ടാക്കിയതാണെന്ന് കണ്ടാലറിയാം. നല്ല ഭംഗി. ഏതോ സ്നേഹിതൻ കൊടുത്തതാണ് ഓർമ്മയ്ക്ക്. അന്ന ആ പൂപ്പാത്രങ്ങൾ തുടച്ച് അതിൽ നിറയെ പൂക്കൾ വെച്ച് അലങ്കരിച്ചു. കണ്ണാടിയിലെ അഴുക്കുകളും പാടുകളും തുടച്ചു നീക്കി ഒക്കെ കഴിഞ്ഞപ്പോൾ ചുമരിലെ നാഴികമണി 9 അടിച്ചു. എവിടെ കാണുന്നില്ലല്ലോ ഫൈദോറിനെ. എവിടെ പോയി? ഭൂമിയും ആകാശവും സെൻറ്റ് പീറ്റേഴ്സ്ബർഗുമൊക്കെ ഇന്നലത്തേതുപോലെ തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ പോയ ആളെവിടെ? കാണുന്നില്ല. അവൾക്ക് സംശയം തോന്നി. ആളിനെ ആ ഭ്രാന്ത് കയറി ചൂത് കളിക്കാൻ പോയോ? ദസ്തയേവ്സ്കി എഴുതി വെച്ച കടലാസുകൾ അവൾ എടുത്തു നോക്കി. ഇന്നലെ രാത്രി ഇരുന്ന് 2 അധ്യായത്തോളം എഴുതി. അപ്പോൾ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടാവില്ല. എഴുതി വന്നപ്പോൾ കൈപ്പടയുടെ ഭംഗി നഷ്ടപ്പെട്ടിരിക്കുന്നു. അന്ന ആ കടലാസുകളെടുത്ത് ഭംഗിയായി പകർത്താൻ തുടങ്ങി. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആരോ കോണിപ്പടി കയറി വരുന്ന ഒച്ച കേട്ടു. ആകാശവും ഭൂമിയും നഗരവും കണ്ടതിനു ശേഷം മടങ്ങി വരികയായിരിക്കും എന്ന് വിചാരിച്ച് അന്ന മുഖമുയർത്തി നോക്കുമ്പോൾ വാതിൽക്കൽ നിൽക്കുന്നത് ദസ്തയേവ്സ്കി അല്ല, ഇവാനാണ്. അന്നയുടെ ഉള്ളിൽ ഒരു ആന്തലുണ്ടായി. ഒപ്പം വിസ്മയവും. ഇവാൻ എങ്ങനെ ഇവിടെ എത്തി? ആ അത്ഭുതത്തോടെ അവൾ നോക്കി നിൽക്കുമ്പോൾ ഇവാൻ അകത്തേക്ക് കയറി അന്നയുടെ അടുത്ത് ചെന്നു. ഭംഗിയായി കോതി വെച്ച മുടിയും ഒരു മിടുക്കൻ്റെ ലക്ഷണങ്ങൾ തിളങ്ങുന്ന മുഖവുമായിരുന്നു ഇവാന്റെ മുദ്ര. അവൻ മുറിയുടെ മധ്യത്തിൽ നിന്ന് മുറിയാകെ ഒന്ന് നോക്കി. ഞാൻ നിന്നെ കാണാൻ നിന്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അമ്മയാണ് പറഞ്ഞത് നീ ദസ്തയേവ്സ്കിയുടെ വീട്ടിലേക്ക് പോയെന്ന്. നിനക്കിപ്പോൾ ഇവിടെയാണല്ലേ ജോലി? നല്ലത്. ജോലിയില്ലെന്നുള്ള നിന്റെ സങ്കടം തീർന്നല്ലോ. ഞാൻ ഈ വീട് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടി.
ദസ്തയേവ്സ്കിയുടെ വീട് ഏതാണെന്ന് ചോദിച്ച് തെരുവുകൾ തുറന്നു നടന്നു. പിന്നെ ഒരാൾ പറഞ്ഞു, ദസ്തയേവ്സ്കി പാർക്കുന്നത് അലോൻകിൻ്റെ 5 നില വീട്ടിലാണെന്ന്. എവിടെയയാൾ? അന്നയ്ക്ക് പെട്ടെന്ന് ശുണ്ഠി വന്നു. എത്ര നിസാരമായിട്ടാണ് ഇവാൻ ദസ്തയേവ്സ്കിയെ അയാളെന്ന് വിളിച്ചത്. അവൾ പറഞ്ഞു, അദ്ദേഹത്തെ ബഹുമാനമില്ലാതെ വിളിക്കരുത്. അദ്ദേഹം എന്താ തൻ്റെ നിലയിലുള്ള ഒരാളെന്നാണോ ഇവാൻ്റെ വിചാരം? മഹത്വമുള്ള ആളെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് ബഹുമാനം കാണിക്കണം. ഇവാൻ കൈകൾ വിടർത്തി. ഓ, അങ്ങനെയോ എന്ന് ചോദിച്ചു. അന്നയ്ക്ക് അതും ഇഷ്ടപ്പെട്ടില്ല. ദേഷ്യത്തോടെ അന്ന ചോദിച്ചു, ഇവാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇവാൻ പറഞ്ഞു, നിന്നെ ഒന്ന് കാണാൻ. എന്തിനാ എന്നെ കാണുന്നേ? ഇത് നല്ല ചോദ്യം. അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് പോരാൻ വൈകുന്ന ഓരോ നിമിഷവും ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്ന് എനിക്കേ അറിയാവൂ. എന്താ അതിൻ്റെ രഹസ്യം? ആവോ, എനിക്കറിയില്ല. അന്നയ്ക്കറിയാം, പറയാത്തതാണ്. എന്തായാലും എന്നെ കാണാൻ ഇവൻ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. ഞാനിവിടെ വന്നത് കൊണ്ട് എന്താ കുഴപ്പം? അത് പറ. അതിന് മറുപടി പറയാൻ നിൽക്കാതെ അന്ന മേശപ്പുറത്ത് കടലാസുകൾ ഒന്നുകൂടി ഒതുക്കി വെച്ചു. ഓഹോ, അപ്പോൾ ഇതാണ് ദസ്തയേവ്സ്കിയുടെ വീട് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഇവൻ അപ്പുറത്തെ മേശക്കരികിലേക്ക് ചെന്നു. അവിടെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സ്വന്തം ചന്തം നോക്കി. കൈകൊണ്ട് മുടിയൊതുക്കി കോളർ പൊക്കി വെച്ചു. അപ്പോഴാണ് ഇവൻ മനോഹരമായ ആ ചൈനീസ് പൂപ്പാത്രങ്ങൾ കണ്ടത്. ഹായ് സ്റ്റൈൽ എന്ന് പറഞ്ഞ് ഇവൻ അതിലൊന്നെടുത്ത് തിരിച്ചും മറിച്ചും ഭംഗി നോക്കുന്നതിനിടയിൽ പൂപ്പാത്രം അബദ്ധത്തിൽ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിച്ചിതറി. ദൈവമേ, അന്നയുടെ ഉള്ളിൽ ഒരു ആന്തലുണ്ടായി. പൊട്ടിത്തെറിക്കും പോലെ അവൾ ചോദിച്ചു, ഇവാൻ, നിന്റെ തോന്നിയാസം കാണിക്കാനുള്ള സ്ഥലമാണോ ഇത്? പൂപ്പാത്രം കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോകുമെന്ന് ഇവൻ വിചാരിച്ചിരുന്നില്ല. അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിലും അതിൻ്റെ ചമ്മലുണ്ടവന്. അന്നയ്ക്ക് കരച്ചിൽ വന്നു. ഞാൻ ഇനി എന്തു പറയും അദ്ദേഹത്തോട്? അപ്പോൾ ഇവൻ അത് തീരെയെങ്ങോ നിസാരമാക്കി. അതൊരു രത്നകിരീടമൊന്നുമല്ലല്ലോ, ആണോ? കളിമണ്ണ് കൊണ്ടുള്ളൊരു പാത്രം. ചന്തയിൽ വാങ്ങാൻ കിട്ടാത്ത വസ്തുവൊന്നുമല്ല. അന്നയ്ക്കപ്പോൾ മുമ്പെങ്ങുമില്ലാത്ത ദേഷ്യം വന്നു. കടന്നു പോകുന്നുണ്ടോ ഇവിടുന്ന്? പിന്നെ അവൾ കരഞ്ഞു. ഇടയ്ക്ക് അന്നയ്ക്ക് തോന്നി വാതിൽക്കലാരോ നിൽപ്പുണ്ടെന്ന്. നോക്കുമ്പോൾ ദസ്തയേവ്സ്കി തന്നെ. അവൾ സ്തംഭിച്ചുപോയി. അദ്ദേഹം എന്തു പറയും? അവൾ എന്തു പറയും? ആകെ സ്തംഭിച്ചൊരു നിമിഷം പോലെയായിരുന്നു ആ നിമിഷം. ദസ്തയേവ്സ്കി അകത്തേക്ക് ചെന്ന് ഒന്നും മിണ്ടാതെ നിലത്ത് കുനിഞ്ഞിരുന്ന് ആ പൂപ്പാത്രത്തിൻ്റെ കഷ്ണങ്ങൾ ഒരു കടലാസിൽ പെറുക്കി വയ്ക്കാൻ തുടങ്ങി. ആകെ ചമ്മിയ ഇവൻ ഖേദിക്കുന്നു, വളരെ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സ്തംഭിച്ചൊരു നിമിഷത്തിൽ നിന്ന് ഇറങ്ങിയോടും പോലെ അന്ന ദസ്തയേവ്സ്കിയുടെ അടുത്തു ചെന്നിരുന്ന് പൂപ്പാത്രത്തിൻ്റെ കഷ്ണങ്ങളും ചിതറിയ പൂക്കളുമൊക്കെ തൂത്തുവാരി. അവളത് പുറത്ത് കൊണ്ട് കളഞ്ഞിട്ട് മടങ്ങി വന്നു. ഒതുക്കി വെച്ച സങ്കടവും പറയാത്തൊരു ക്ഷമാപണവും അവളുടെ മുഖത്തുണ്ടായിരുന്നു. ദസ്തയേവ്സ്കി ചോദിച്ചു, ആരാ ഇത്? അന്ന പറഞ്ഞു, ഇവാൻ. ഇവാൻ എന്ന് പറഞ്ഞാൽ? ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. ഓഹോ, അപ്പോൾ സ്നേഹം സഹിക്കാൻ വയ്യഞ്ഞിട്ട് കാണാൻ വന്നതാണ്. എനിക്ക് അത്ര സ്നേഹമൊന്നുമില്ല. എനിക്ക് ഇവാൻ്റെ ഈ അതിസാമർഥ്യവും മറ്റും പിടിക്കില്ല. ഓ, അങ്ങനെയാണോ? സ്നേഹിക്കുന്ന ആളിൻ്റെ ദൗർബല്യങ്ങളും സഹിക്കണം, അതാണ് സ്നേഹം. ഇനി വിവാഹം നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ലെന്നും പറഞ്ഞാണ് ഇവാൻ. ഞാൻ ഇതുവരെ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല. അതെന്താ? ഇവാനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന മറ്റൊരാളുണ്ട്, ഇലിയച്ച്. എനിക്ക് ഇലിയച്ചിനോടാണ് കൂടുതൽ സ്നേഹം. അപ്പോൾ ദസ്തയേവ്സ്കി പൊട്ടിച്ചിരിച്ചു. അത് കൊള്ളാം, വളരെ സന്തോഷം. ആ കാമുകന് വരട്ടെ, അയാൾക്ക് പൊട്ടിക്കാൻ ഒരു പൂപ്പാത്രം ഇവിടെ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ നാണം കൊണ്ട് അന്നയുടെ മുഖം കടുചുവപ്പായി തീർന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതായിരുന്നു ഒരു സങ്കീർത്തനം പോലെയുടെ അധ്യായം 9. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത അധ്യായമായിട്ട് പെട്ടെന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.